നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പരിഹാര കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിശോധിക്കാം. കുടുംബത്തിന്റെ നന്മയ്ക്കായി എന്ത് വിട്ടുവീഴ്ചകളും ചെയ്യുന്നവരാണ് ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. സൂര്യദശയിലാണ് ഉത്രാട നക്ഷത്രക്കാർ ജനിക്കുക. കുടുംബത്തിലായാലും കൂട്ടുകാർക്കിടയിലായാലും ഉത്രാട നക്ഷത്രക്കാരികൾക്ക് പ്രത്യേക മതിപ്പുണ്ടായിരിക്കും. ഒരു പ്രത്യേക മര്യാദയും അവരെല്ലാം ഉത്രാട നക്ഷത്രക്കാരികൾക്ക് നൽകുന്നതാണ്. ചില സമയത്ത് ഇവരുടെ സംസാരം മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലാകാറുണ്ട്. അത് മനസ്സിലാക്കി ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പെരുമാറുന്നത് നല്ലതാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കൈരാശിക്കാരായിട്ടാണ് ഉത്രാട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ഏത് കാര്യത്തിനും മുതൽ മുടക്കുമ്പോൾ അവരവരുടെ പേരിൽ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. ഭർത്താവിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ മനസ്സോടുകൂടി കേട്ടാൽ പോലും സ്വന്തം മനസ്സുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഉത്രാട നക്ഷത്രക്കാരികളുടെ ശീലം. അത്തരം സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ മനസ്സിൽ ആദ്യം തോന്നുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവർക്ക് ഉചിതം. ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായി കുലദൈവത്തെ വണങ്ങാൻ ഇവർ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതാണ്. സന്താനങ്ങൾ ഇവർക്ക് പുന്നോമനകളാണ്. അതേസമയം ഇവർ മക്കളോട് പെട്ടെന്ന് ദേഷ്യപ്പെടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മക്കൾക്ക് ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളോട് അല്പം അകൽച്ച ഉണ്ടാകാറുമുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നതും ഇവരുടെ ഒരു ശീലമായിട്ട് കാണണം. കോപതാപങ്ങൾ മനസ്സിൽ അടക്കി വെക്കുന്നതാണ് ഈ ഒരു സ്വഭാവത്തിന് ഇവർക്ക് കാരണമാകുന്നത്. കുടുംബത്തിലുള്ളവരുമായി മനസ്സ് തുറന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്താൽ തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒഴിവാകുന്നതാണ്. പെട്ടെന്ന് പലപ്പോഴും ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ ഭാഗ്യത്തിന്റെ കടാക്ഷം തേടിയെത്താറുണ്ട്. ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ജന്മനാ കഴിവുള്ളവരും ധൈര്യശാലികളുമായി കാണാറുണ്ട്. എന്നാൽ അനാവശ്യമായിട്ടുള്ള പിടിവാശി ഇവർക്കുണ്ടാകാറുമുണ്ട്. ഇവർ ഭരണ നൈപുണ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അച്ചടക്കവും വിനയവും അതിനോടൊപ്പം ചേർത്താൽ താനെ സ്വയം വിജയത്തിൽ എത്താറുണ്ട്. വ്യക്തിത്വം കൊണ്ടും കഴിവുകൾ കൊണ്ടും ഉന്നത പദവികൾ അലങ്കരിക്കാനുള്ള അവസരങ്ങൾ ഇവരെ തേടിയെത്താറുണ്ട്. നിത്യവും പ്രാണായാമം ചെയ്യുന്നത് ഇവർക്ക് ഗുണകരമാണ്. അലർജി, രക്താണുക്കളുടെ കുറവ്, ആർത്തവ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉത്രാട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ ബാധിക്കാറുള്ള പ്രശ്നങ്ങളാണ്. ചിലർക്ക് കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആരംഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം ചികിത്സിക്കുന്ന പക്ഷം അതൊക്കെ ഒഴിവായി കാണാറുമുണ്ട്. ജാതകപ്രകാരം ശുക്രദശയിലും ശനിദശാകാലത്തും ആരോഗ്യം, യാത്ര, മുതൽ മുടക്ക് എന്നീ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. വർഷത്തിലൊരിക്കൽ ശുചീന്ദ്രത്തെ സ്ഥാണുമലയൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഹനുമാന് പ്രത്യേക വഴിപാടുകൾ കഴിക്കുക. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്ന ഗണപതി ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക. ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള കഷ്ടതകൾ അകന്ന് വിജയം കൈവരിക്കാൻ ഇത് സഹായിക്കൂ. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.